ഹായ്. അങ്ങനെ 2025 ഓണസദ്യയും റെഡിയായി. നിങ്ങളെല്ലാവരും കഴിച്ചോ? കഴിച്ചില്ലെങ്കിൽ ഇങ്ങ് പോരെ ഞങ്ങളുടെ വീട്ടിലേക്ക്. നമുക്കൊരു ഓണസദ്യ കഴിക്കാം. നല്ല അടിപൊളി ഓണസദ്യ. ഞങ്ങളുടെ ആൻറ്റി, ഞങ്ങൾ തൃശ്ശൂരില്ല, ഞങ്ങൾ കോതമംഗലത്തേക്ക് വന്നു ഓണം സെലിബ്രേറ്റ് ചെയ്യാനായിട്ട്. അപ്പോൾ ഞങ്ങളുടെ ആൻറ്റി ഇത്രയും ഫുഡ് പ്രിപ്പയർ ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇതെല്ലാം ആൻറ്റി ഉണ്ടാക്കി. ഞാനാണെങ്കിൽ പപ്പടം മാത്രം ഉണ്ടാക്കിയിട്ടുള്ളൂ, പിന്നെ ഇളക്കാൻ കൂടി, അത്രേ ഉള്ളൂ. അപ്പോൾ നമുക്ക് നോക്കാം എന്തൊക്കെയാണ്. കാ വറുത്തത്, ശർക്കര വരട്ടി, പഴം, പപ്പടം, സേമിയ, മാങ്ങാച്ചാറ്, ഗോതമ്പ് പായസം, സാമ്പാർ, അവിയൽ, ഇഞ്ചിക്കറി, അടിപൊളി കാളനാണ്. പിന്നെ നമ്മുടെ പച്ചടി, ഇത് കൂട്ടുകറി, കൂട്ടുകറി, ഇത് മറന്നുപോയി, ഓലൻ, ക്യാബേജ്, പിന്നെ ചോറ്, നമ്മുടെ സ്വന്തം വാഴയിൽ നിന്ന് വെട്ടിയ വാഴയില. ചാച്ചൻ എല്ലാവർക്കും വാഴയില വെട്ടിക്കൊണ്ട് വന്നിട്ടുണ്ട്. നമ്മുടെ എരിശ്ശേരിയാണ് കേട്ടോ വേറെ ഒരെണ്ണം ഉള്ളത്. അപ്പോൾ അടിപൊളിയാണ്. നമുക്കിനി ഓണസദ്യ കഴിച്ചാലോ? ഓക്കെ, ലെറ്റ്സ് സ്റ്റാർട്ട്. അങ്ങനെ നമ്മുടെ ഓണസദ്യ ഇലയിൽ വിളമ്പി, എല്ലാവർക്കും വിളമ്പി. ഇച്ചത്തെ കഴിക്കാനിരുന്നു. പിന്നെ ജിത്തുവിൻ്റെ പപ്പയുണ്ട്. ജിത്തുവിൻ്റെ പപ്പ മാത്രമേ വന്നുള്ളൂ. മമ്മിക്ക് സുഖമില്ല, പനിയായതുകൊണ്ട് വന്നില്ല. ചാച്ചൻ കഴിക്കുന്നു. പിന്നെ ആൻറ്റിയുടെ ഫുഡ് അവിടെ വിളമ്പി വെച്ചിട്ടുണ്ട്. ആൻറ്റി ഇപ്പോൾ വന്നിരിക്കും. പിന്നെ എൻ്റെ ഫുഡാണ് ഇത് കേട്ടോ, എൻ്റെ ഇലയാണ്. നമ്മുടെ ചാക്കോച്ചിക്ക് ഇവിടെ ഒരു ഇലയിൽ കുറച്ച് ഫുഡൊക്കെ വെച്ചിട്ടുണ്ട്. അവൻ പപ്പടത്തിൻ്റെ ആളാണ് അവന് പപ്പട പ്രാന്തനാണ്. പപ്പടം കണ്ടാൽ പിന്നെ വേറെ ആർക്കും പപ്പടം കൊടുക്കത്തില്ല, അവൻ തന്നെ പപ്പടം കഴിക്കും. അത്രയ്ക്കും ഫേവറേറ്റാണ് നമ്മുടെ ചാക്കോച്ചിക്ക് പപ്പടം എന്ന് പറയുന്നത്. അങ്ങനെ എല്ലാവരും ആസ്വദിച്ച് ഫുഡ് കഴിക്കുന്നു. ഹേലുവിന് ഒരു ഇത്തിരി കൊടുത്തു കേട്ടോ. നമ്മൾ ഇങ്ങനെ ഇച്ചിരി ഇങ്ങനെ കഴിക്കുന്നുണ്ട്. പിന്നെ അങ്ങനെ എല്ലാവരും കഴിച്ചു. അങ്ങനെ നമ്മുടെ 2025 ഓണവും തീർന്നു.